നമസ്കാരം. അപ്പൊ ബിഗ് ബോസ് അപ്പൊ ഇന്നലെ നമ്മളാ കരുമാടിക്കുട്ടൻ ജിൻഡോ കപ്പടിച്ചു, എല്ലാവരും കണ്ടല്ലേ. അപ്പൊ ഇന്നിപ്പോ രാവിലെ തന്നെ ജാസ്മിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും. സ്നേഹവും കടപ്പാടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇപ്പം ഇന്നലെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞല്ലേ ഉള്ളൂ, അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല, ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരായിട്ടൊക്കെ വിളിക്കുകയും സംസാരമൊക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട്. ആള് പറഞ്ഞത് വേറെ ഒന്നല്ല, ഒട്ടും തന്നെ സങ്കടമില്ലെന്നാണ് പറഞ്ഞേക്കണത്. അത് ഒട്ടും തന്നെ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. സങ്കടമില്ലെന്നൊക്കെ പറഞ്ഞാൽ വെറും വായത്തള്ളാണ്. നുണ പറയുന്നത് എന്തിനാണ്? സങ്കടം നന്നായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിട്ടേ ആ കപ്പടിക്കാണ്ട് എന്ത് കാര്യം നുണ പറയേണ്ട കാര്യമുണ്ടാ? സങ്കടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം സന്തോഷമുണ്ടെന്നും അറിയാം. ഞാൻ വിചാരിച്ചിരുന്നതിനെക്കാളും ഭയങ്കര ഡിഫറെന്റ് ആണ്. ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യ. കാരണം ഞാൻ അത്രയും കുറെ പേരുടെ മെസ്സേജും കുറെ പേരുടെ കോളും കുറെ വീഡിയോസും അതും ഇതൊക്കെ കണ്ടു ഭയങ്കര സന്തോഷത്തിലാണ്. അത് ശരിയാണ്. ഞങ്ങൾ ജിൻഡുവിനൊക്കെ സ്നേഹിക്കണം നന്നായിട്ട് കണ്ടാണ്. എന്റെ പൊന്നോ, ഒരുമിച്ച് നല്ല അറ്റാക്കായിരുന്നു. ചരക്കൻ ജിൻഡു ആയതുകൊണ്ട് അങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ പിടിച്ചിരുന്നു. സ്നേഹിക്കണ കാര്യം പറയല്ലേട്ടോ ജാസ്മിനെ. പിന്നെ അതോടൊപ്പം തന്നെ കമന്റ്സ്, എന്റെ പൊന്നോ, കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി നമ്മൾ മരിച്ചു പോകും. ജാസ്മിനെ കുറിച്ച് വന്നിരിക്കുന്ന കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ 6ാമത്തെ സീസണിലാണ് സൈബർ ആക്രമണം എന്ന് പറഞ്ഞ സംഭവം കണ്ടാക്കണേ. അത് തീർച്ചയായിട്ടും ജാസ്മിനെതിരെ തന്നെയാണ് കൂടുതലും വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ല കമന്റ്സ് മാത്രമല്ല, ഒരു 100-ൽ 25% നല്ല കമന്റ്സ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പേഴ്സൻറ്റേജ് മുഴുവനും ആക്രമണമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, വളരെ മാന്യതയോടുകൂടി ഗെയിം കളിച്ച ആരെയും പ്രേക്ഷകർ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇതിൽ ഈ തവണ, അതായത് ബിഗ് ബോസ് 6ാം സീസണിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്, അതായത് മീഡിയാസ് വഴി അറ്റാക്ക് ചെയ്തിരിക്കുന്നത് ജാസ്മിനെയാണ്. അതൊരു 100 വോൾട്ടേജിൽ നമുക്ക് പറയാവുന്ന കാര്യമാണ്. നേരിൽ കണ്ടതാണ് ഈ സംഭവങ്ങളൊക്കെ. അത് വേറെ ഒന്നുമല്ല, നമ്മളെ ഒരുമിച്ച് നിന്നിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ദേഷ്യമായിരിക്കാനുണ്ടായിരുന്നു നോക്കുമ്പോൾ അത് ജാസ്മിനാണ്. ജാസ്മിൻ്റെ ഫേസിലാണ് ആ എക്സ്പ്രഷൻസ് മുഴുവൻ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഒത്തിരി ദേഷ്യം വരും. എനിക്ക് ജിൻഡോ ഉള്ളതുകൊണ്ട് മാത്രമാണ് ജാസ്മിൻ ഇതിനകത്ത് ഇത്രയും ലെവലിൽ കയറി പോകുന്നത്. കാരണം ജിൻഡോ ആയിട്ട് മുട്ടി ചെയ്യുന്നതുകൊണ്ട്, ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും പറ്റില്ല. ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല. കാരണം ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല. പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ കുറെ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറെ മെസ്സേജസ് ആയാലും ഞാൻ ഇങ്ങനെ കാണുന്നത്. അപ്പം അവരെന്തൊക്കെയാണ് കണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഇരുന്ന് ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ആ മൊബൈൽ നോക്കാൻ സമയം കിട്ടാഞ്ഞത് ജാസ്മിൻ്റെ വലിയൊരു ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. അത് നോക്കിയില്ലെങ്കിൽ അതോടെ തീർന്നു പോയേനെ. മാനസികമായിട്ട് ഡിപ്രഷൻ അടിച്ച ആൾ ഡൗൺ ആയി പോയേനെ. ഇനിയിപ്പോൾ ഇത് നോക്കാണ്ടിരിക്കണ ഭേദം. ബിഗ് ബോസിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വന്നിട്ട് നോക്കാണ്ടിരിക്കും ഭേദം. ഉള്ള മാനസികാവസ്ഥ നശിപ്പിക്കണ്ട. അത്രയ്ക്ക് നല്ല കമൻസും മെസ്സേജ് അല്ല വന്നേക്കണത് നോക്കാനായിട്ട്. എന്ത് കാര്യമുണ്ട്? ഉള്ള സമാധാനം കളയണോ? ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് കൊടുക്കണോന്നും പറഞ്ഞാൽ ഞാനൊന്നും പ്രത്യേകിച്ച് ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല. ഞാൻ അവിടെ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത്. അത് നോണ. ഞാൻ എന്തിനാണോ അതാണ് അവിടെ ചേർന്നുള്ളത് നോണയാണ്. യഥാർത്ഥ ജാസ്മിനല്ല അത്. അവിടെ ക്രിയേറ്റ് ചെയ്തൊരു അഭിനയമാണ്, കംപ്ലീറ്റ് അഭിനയം. ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത് ജാസ്മിനാണ്. അഭിനയത്തിന്റെ ഒരു 8 100 വോൾട്ടേജുള്ള അഭിനയമാണ് അഭിനയിച്ചത്. ഈ ഒരു അഭിനയം സിനിമയിൽ അഭിനയിച്ചിരുന്നുണ്ടല്ലോ, ഓസ്കാർ ഇടയില്ല, ഓസ്കാർ. അല്ലാതെ പ്രത്യേകിച്ചായിട്ടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പൊന്നോ, ഈ പ്രേക്ഷകരൊക്കെ ഉണ്ടല്ല, മണ്ടന്മാരൊന്നുമല്ല. കണ്ണിനൊക്കെ നല്ല കാഴ്ചയുള്ള ആൾക്കാരാണ്. വെറുതെ പറയണത് കേൾക്കാനും പറ്റും, കാതുകൊണ്ട്. അത് മനസ്സിലാക്കുക. പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ലെന്ന് എല്ലാവരും കണ്ടതാണ് ഈ വീഡിയോയിലൊക്കെ. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അരച്ച് കളിക്ക് കുടിച്ചിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളേലും കൂടുതൽ. അതായത് കണ്ടസ്റ്റൻസിനേലും കൂടുതൽ അരച്ച് കളിക്ക് എന്താണ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാവുന്ന ആളുകളാണ് ഈ പ്രേക്ഷകർ. അതൊന്നും കണ്ടിട്ടില്ലെന്ന് വിചാരിക്കരുത്. ഭയങ്കര പ്രൗഡായിരുന്നു. കാരണം ഇത്രയും പേരില് ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് 5 വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട് ജാസ്മിന്. കാരണം വേറെ ഒന്നുമല്ല, ഇത്രയും പിടിച്ചിരുന്നില്ലേ അത്തരം ആൺപിള്ളേരോടൊപ്പം തന്നെ. എന്തായാലും തീർച്ചയായിട്ടും അവസാനം വരെ പിടിച്ചതിന് ഒരു ബിഗ് സല്യൂട്ട്. ഒരു സ്ത്രീ ആയതുകൊണ്ട്.